സിംഹഗർജനം. യമൻ ഇസ്ലാമിക ചരിത്രത്തിൽ താങ്കൾ ലഭിക്കലാൽ ഉല്ലേഖനം ചെയ്ത മണ്ണ്. പാവനദീനിന്റെ പാരമ്പര്യം കൊണ്ട് മൂടിയലഞ്ഞ ഭൂമിക. അവിടെ അലസെന്ന പ്രതിസന്ധി ഗ്രാമീണ നിവാസികൾ ഒരു പുതിയ ഉരുളെ തിരക്കിലാണ്. അകലെ ചക്രവാല സീമയിൽ എന്തോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉയർന്നു പൊങ്ങുന്ന മൺകിടയിലൂടെയും വിദൂരത്തിൽ നിന്ന് കുതിരപ്പുറത്ത് വരുന്ന മനുഷ്യരൂപം ആളുകൾ നടുത്തെത്തി. അദ്ദേഹം തന്റെ കുതിരക്ക് കടിഞ്ഞാൽ ഇട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ മദീനയിൽ നിന്ന് വരുന്നു. പുണ്യ നബിയുടെ പ്രത്യേകത സ്വയം പരിചയപ്പെടുത്തി. ആരാണ് ഫൈറൂസ് ദൈലമി എന്ന് അയാൾ ചോദിച്ചു. തലം കുത്തി നിൽക്കുന്ന ഭൂമുഖത്തിനിടയിൽ നിന്നും ജനക്കൂട്ടത്തിനിടയിൽ നിന്നും സുന്ദരനും സുമുഖനുമായ ഒരു യുവകോമല മുന്നോട്ട് വന്നു. ഞാനാണ് ഫൈറൂസ് ദൈലമി, എന്ത് വേണം? ആകെ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്ത് ഫൈറൂസിന് കൈമാറി. ഇത് നബിയുടെ സന്ദേശമാണെന്ന് പറഞ്ഞു. ഫൈറൂസ് ദൈലമി അത്ഭുത തന്ത്രനായി വിറക്കുന്ന കൈകളോട് ആ കത്ത് തുറന്ന് വായിക്കുകയാണ്. നിറഞ്ഞ ഫൈറൂസ് ദൈലമിക്ക് മദീനയിൽ നിന്ന് മുഹമ്മദ് ഒരു ഭേദം എഴുതി. എന്തെന്നാൽ അങ്ങനെ ഞാൻ വലതിന്നോട്ട് വിളിക്കുകയാണ്. കത്ത് വായിച്ചു കഴിഞ്ഞതും ഫൈറൂസ് ദൈലമിയുടെ അന്തനാലെ 1000 അഗ്നിജാലകൾ പടം പിളർത്തി. സുബ്ഹാനല്ലാഹ്, യമനിന്റെ വിശുദ്ധ മണ്ണിൽ ഇസ്ലാമിനെ വിദൂലമാക്കാൻ ശ്രമിക്കുന്ന ക്രൂരയുടെ പര്യവസാനം അസ്വദുൽ അൻസി എന്ന മികച്ച രാജാവിനെ മർദ്ദിച്ചു കളയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നല്ലോ എന്നതാണ് ഈ കത്തിന്റെ ഉള്ളടക്കം. എനിക്ക് സാധിക്കുമോ അസ്വദിന്റെ പരിവാരങ്ങളെ തകർത്തു കളയാൻ? ഈ പാവം ഫൈറൂസിന് ശക്തിയുണ്ടോ? കജനം ഫൈറൂസ്, അതല്ലെങ്കിൽ താൻ എന്തിനാണ് ഒരു മുസ്ലിം എന്ന് പറയണം? ഫൈറൂസ് ദൈലമിയുടെ ഹൃദയത്തിൽ വന്ന ആത്മധൈര്യം അദ്ദേഹത്തിന്റെ ആത്മധൈര്യം പകർത്തു. എന്തോ ഒരു തെരി മൂട്ടി വെച്ചതുപോലെ അദ്ദേഹം കുതിരപ്പുറത്ത് കയറി കുതിക്കുകയാണ്. നിൽക്കുന്ന ഈത്തപ്പനത്തോട്ടങ്ങളെയും ഉയർന്നിൽക്കുന്ന മണൽക്കോരങ്ങളെയും പിന്നിലാക്കി നമ്മുടെ കഥാനായകൻ അസ്വദിന്റെ കൊട്ടാരത്തിന് മുന്നിലെത്തി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പരച്ചുംബി, ആർക്കും ബോധിക്കാനാവാത്ത ചെങ്കൽ കൊട്ടാരം, മുന്നിൽ സുരക്ഷാവായി തുള്ളിയെത്തുകയാണ് ആയുധ സജ്ജരായ കാവൽക്കാർ. ഇല്ല, ഈ സുരക്ഷാ വഴിയും ബോധിച്ച് കടക്കാനാവില്ല. രാത്രിയാവട്ടെ ഫൈറൂസ് ദൈലമി കാത്തിരിക്കുകയാണ്.
പടിഞ്ഞാറ് ചക്രവാല സീമയിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. പള്ളിമിനാർ കൊട്ടാരങ്ങളിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്ക് ഉയർന്നപ്പോൾ ഫൈറൂസ് ദൈലമിയുടെ ഹൃദയം വർദ്ധിച്ചു. അദ്ദേഹം തന്റെ ഇരു കൈകളെയും നാഥനിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. നാഥ, നിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയതായി പാവം ഫൈറൂസ് ഇറങ്ങിത്തിരിക്കുന്നു. റബ്ബേ, നീ സഹായം ചൊരിയണേ റഹ്മാനെ. ഇരുട്ടിന്റെ കാർക്കൂന്തൽ ഭൂമിയിലേക്ക് അടർന്നു വീണു. ഇരുത്തള മൂർച്ചമുള്ള കട്ടാരം കയ്യിലേന്തി കാവൽക്കാരുടെ കണ്ണുകളെ തെറ്റിച്ചുകൊണ്ട് ഫൈറൂസ് ദൈലമി അസ്വദിന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഗാഠനിദ്രയിലായിരുന്ന ഇസ്ലാമിന്റെ ശത്രുവിനെ കണ്ടപ്പോൾ ഫൈറൂസ് ദൈലമി തന്റെ കയ്യിലുണ്ടായിരുന്ന കട്ടാരം അസ്വദിന് ശിരസിലേക്ക് ആട്ടെ. ധരിച്ചു വീണ ശിരസ് കൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിന് മുകളിലേക്ക് കയറി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ അന്തരീക്ഷം പ്രഗൽഭകൊളിച്ചു. കാവൽക്കാർ സ്തബ്ധരായി. അവർക്കിടയിലൂടെ അസ്വദിന്റെ ചൈതന്യ ശിരസ് തെരിച്ചു വീണു. ഇല്ല, ഇനി രക്ഷയില്ല, കീഴടങ്ങുക തന്നെ. ഇതോടെ നമ്മുടെ കഥാപ്രസംഗത്തിന് ശിരസ് വീഴുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വിവിധ കാര്യപരിപാടികളെ കൊണ്ട് പ്രവാചക പ്രഭുവിന്റെ ജന്മദിനത്തിന്റെ ഈ അസുലഭ നിമിഷത്തെ വരവേറ്റുകൊണ്ട് വേദിയിൽ